എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഒന്നുമല്ല, ലോകത്തിൻ്റെതായ അവസ്ഥകൾ വളരെയധികം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സങ്കീർണ നിമിത്തം തന്നെ മനുഷ്യരെല്ലാവരും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? എന്താണ് ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു തീക്ഷ്ണമായ അനുഭവത്തിൽ കൂടി ലോകം സഞ്ചരിക്കുമ്പോൾ ഈ മനുഷ്യർക്ക് ആശ്വാസം എന്ന് പറയുന്ന ചില ഭാഗങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെന്താണ് സംഭവിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ അവനെ ദിനംതോറും ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇന്ന് തൊട്ടൊരു കുറച്ച് നാളുകൾ മനുഷ്യൻ്റെതായ ജീവിതത്തിലുള്ള സംഘർഷത്തിൻ്റെ നടുവിൽ ഒരു ആശ്വാസമെന്നോണം ചില കാര്യങ്ങൾ പറയുവാൻ, ചില സന്ദേശങ്ങൾ അവരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് ഇന്ന് നാം താമസിക്കുന്നത്. പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ലോകത്ത് വലിയ യുദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധങ്ങൾ തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ, അതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതുവരെ യുദ്ധത്തിന് സമാപനം സംഭവിച്ചിട്ടില്ല. അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനെങ്ങനെയാണ് ഒരു തടസ്സം വരുത്തുക എന്ന് ലോകം മുഴുവനും ആലോചിക്കുന്നുണ്ട്. ലോകം മുഴുവനും അതിന് അവരെ നേതാക്കന്മാരെ ഉപദേശിക്കുന്നുണ്ട്, തടയുവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും യുദ്ധങ്ങൾ കൂടുന്നതല്ലാതെ അതിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണിത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെതായ നിജ സ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ലോകം വളരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ നാശവും വളരുകയാണ്. ലോകത്തിൻ്റെ പുരോഗമനം സംഭവിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും നാശമായ അവസ്ഥയും അതിൻ്റെ കൂടെ തന്നെ വളരുകയാണ്. കാരണം പുരോഗമനം സംഭവിക്കുന്നത് മാനുഷിക തലത്തിൽ മാത്രമാണ്. മാനുഷിക തലത്തിൽ എങ്ങനെ പുരോഗമനം സംഭവിക്കുന്നു, അവിടെയൊക്കെ ഒരു വലിയൊരു ഡിഫീറ്റഡ് പോയിന്റും, അതായത് പരാജയമായ ഒരു കാര്യവും അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ യാതൊരുവിധ ഒരു ലൈസൻസും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ വളരെയധികം പുരോഗമന തലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മനുഷ്യരാശിക്ക് എത്രയധികം ഉപകാരപ്രദമെന്ന് നോക്കുമ്പോൾ അത്രയധികം ഉപകാരപ്രദമൊന്നുമല്ല. കാരണം മനുഷ്യരാശിക്ക് അവൻ്റെ ജീവന്, അവൻ്റെ പ്രവൃത്തിക്കെല്ലാം വലിയ തോതിൽ തന്നെ ആശങ്ക ഏൽപ്പിക്കുന്ന തലത്തിലാണ് ഇതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ തന്നെ ഒരു കണ്ടുപിടുത്തമാണ്. അത് വളരെയധികം സൗകര്യപ്രദമാണ്. എന്നിരുന്നാലും നല്ല രീതിയിൽ മനുഷ്യരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയും വരുന്ന തലമുറ മുഴുവനും നശിപ്പിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മൊബൈൽ തന്നെയാണ്. ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാനൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇന്ന് സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരു 15 മിനിറ്റ് മാക്സിമം. ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് പല സിനിമകളിൽ ഇറങ്ങുന്ന സാത്താന്യ സന്ദേശങ്ങൾ. ഈ സാത്താന്യ സന്ദേശങ്ങൾ, അടയാളങ്ങളെല്ലാം എന്താണ് ഇതിനെ പ്രതിനിധീകരിക്കുന്നത്? ഇതിനെക്കുറിച്ച് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പല ചെറുപ്പക്കാരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാറ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാത്താന്യ സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് 666 എന്ന നമ്പർ, അതോടൊപ്പം തന്നെ മറ്റൊരു വാക്ക് ഈ ലോകത്തെ മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുക, ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ വാക്ക് ഈ ലോകത്ത് മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല കെട്ടുകഥകളും ഫാൻറ്റസി കഥകളും, ഇതുമായി ബന്ധപ്പെട്ട് പല സിനിമകളും
പല യാഥാർത്ഥ്യങ്ങൾ ആണെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആളുകൾ ഇതിനെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൽ യാഥാർത്ഥ്യം സംഭവിക്കുന്നത്? എന്നോട് ചിലർ ചോദിച്ചു, ഇത് ബൈബിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പലരും ചോദിക്കുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഡയറക്റ്റായിട്ട് ബൈബിളുമായി ബന്ധമില്ല എങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വേദഭാഗം, ബൈബിളിലെ ഒരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലുമിനാറ്റി എന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കണം, ഇല്ലുമിനാറ്റിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഒരു പിരമിഡ് എന്ന് പറയുന്ന ഒരു ആകൃതിയിൽ അതിൻ്റെ നടുക്കൊരു കണ്ണാണ് ഇല്ലുമിനാറ്റിയുടെ ചിഹ്നം. യഥാർത്ഥത്തിൽ ഈ ചിഹ്നം ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ആ രൂപത്തിൽ തന്നെ ഒരു ചിഹ്നം ദാനിയേൽ എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ്റെ വെളിപ്പാടിൽ ദൈവം കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുക. ബൈബിളിലെ ദാനിയേൽ എന്ന പുസ്തകത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നാലാം മൃഗം കയറി വരികയും അതിന് 10 കൊമ്പുകളുണ്ട് എന്ന് പറയുകയാണ്. ഈ 10 കൊമ്പുകൾ എന്ന് പറയുന്ന അവസാന കാലഘട്ടത്തിൽ ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്ന 10 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ 10 കൊമ്പുകൾ എന്ന് പറയുന്നത്. ഈ 10 കൊമ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരികയും ആ ചെറിയ കൊമ്പ് 10-ൽ 3 തകർത്ത് കളയുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഈ ചെറിയ കൊമ്പ് എന്ന് പറയുന്നത് ബൈബിൾ വ്യക്തമാണ്, അത് ആൻറ്റിക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിനെയാണ് കുറിക്കുന്നത്. ഇനി ഈ ചെറിയ കൊമ്പിൻ്റെ ആകൃതി എങ്ങനെയാണ്? അത് വ്യക്തമാണ്. ഈ ചെറിയ കൊമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പിരമിഡിൻ്റെ രൂപത്തിലാണ് കൊമ്പ്. താഴെ വീതിയിലും പിന്നെ മേലോട്ട് അത് ഒരു കൂർപ്പ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ പിരമിഡിൻ്റെ ആകൃതിയിലുള്ള ഈ കൊമ്പിൽ ഒരു കണ്ണുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തലത്തിൽ ദാനിയേൽ ആ വിഷൻ കാണുകയാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിഷൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനോട് സാമ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സിംബലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ദാനിയേൽ കണ്ടതെന്ന് നമുക്ക് തോന്നുന്ന തലത്തിൽ ഒരു പിക്ചറാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യക്രിസ്തു, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ അന്ത്യക്രിസ്തു ആയിരിക്കും അവസാനം 7 വർഷം ട്രിബുലേഷൻ, അതായത് മഹോപദ്രവകാലം, ഒരു മനുഷ്യനും ഈ ലോകത്ത് താമസിക്കാൻ പറ്റാത്ത തലത്തിൽ മനുഷ്യനെ പീഡിപ്പിക്കുന്നൊരു കാലം ഈ ലോകത്തുണ്ടാകും, ഈ ഭൂമിയിലുണ്ടാകും. ആ സമയത്ത് ഈ ലോകത്തെ ഭരിക്കുന്നത് ഈ കൊമ്പ് കണ്ണുള്ള ഈ കണ്ണുകൊണ്ട്, ഈ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് ഈ അന്ത്യക്രിസ്തു ലോകത്തെ ഭരിക്കും. ഈ ലോകം വളരെയധികം തീവ്രവാദ അവസ്ഥയിലേക്ക് പോകും, തീവ്രമായ ഞെരുക്കത്തിലേക്ക് പോകും. മനുഷ്യരെല്ലാം നിലവിളിക്കും, ദൈവത്തിന് വേണ്ടി നിലവിളിക്കും, ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കും. അങ്ങനെ ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുകയും ചെയ്യും. ഇങ്ങനെയൊരു പ്രവചനം വ്യക്തമായി ബൈബിളിൽ കാണപ്പെടുകയാണ്. ഏകദേശം ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പൂർണ്ണമായി സമർത്ഥിക്കുന്നില്ല. എന്നിരുന്നാലും ഏകദേശം ഇലുമിനാറ്റി സത്യമല്ലെങ്കിലും ഇലുമിനാറ്റി പറയപ്പെടുന്ന ആ ഒരു നെഗറ്റീവ് വശമുള്ള ഒരു അന്ത്യക്രിസ്തു ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ, പ്രവചന അടിസ്ഥാനത്തിൽ തന്നെ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ ഈ ലോകത്തിൽ വാഴുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ വ്യക്തമായി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ബൈബിളിൽ ഏറ്റവും പ്രതിപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സത്യമായൊരു വിഷയമെന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു കടന്നു വരും. തന്നിൽ വിശ്വസിക്കുന്നവർ, തന്നിൽ വിശുദ്ധമായി ജീവിക്കുന്നവർ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ദേശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം ഇവിടെ 7 വർഷം മഹോപദ്രകാലം എന്ന കാലം ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ട്രിബുലേഷൻ ഡേ, മഹോപദ്രവകാലത്ത് ആദ്യത്തെ 3.5 വർഷം ഏറ്റവും സമ്പന്നമായ, ഏറ്റവും നല്ല രീതിയിലുള്ള ഭരണമായിരിക്കും ഈ അന്ത്യക്രിസ്തു, കൊമ്പിൽ കണ്ണുള്ള ഈ അന്ത്യക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്നത്.
എന്നാൽ 3.5 വർഷത്തിന് ശേഷമായിരിക്കും ഏറ്റവും കൊടിയ പീഡനത്തോടുകൂടി ഈ ലോകത്തെ ഭരിക്കുവാൻ ഈ അന്ത്യക്രിസ്തു ശ്രമിക്കുന്നത്. ഈ 3.5 വർഷക്കാലം യഹൂദന്മാർ വരെ ഈ അന്ത്യക്രിസ്തുവിനെ വിശ്വസിക്കുമെന്നതാണ് ഏറ്റവും ആശ്ചര്യമായ കാര്യം. ഈ ലോകത്തിലെ മനുഷ്യർ ജാതി മത ഭേദമന്യേ എല്ലാവരും അന്ത്യക്രിസ്തുവിൻ്റെ അടിമകളാവും. കാരണം ഇവൻ്റെ സൽഭരണം ഇവനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടും. അതിനുശേഷമുള്ള 3.5 വർഷക്കാലമാണ് ഇവൻ്റെ തനി രൂപം ഈ ലോകത്ത് കാണിക്കുക. അതുകൊണ്ട് തന്നെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ വ്യക്തമായി പറയുകയാണ്, ഈറ്റുനോവിൻ്റെ ആരംഭം കുറിക്കുന്ന സംഭവങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. ഇതെല്ലാം ബൈബിളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന സ്നേഹിതർ, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം ലോകത്ത് നടമാക്കുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ തീരുമാനം വ്യക്തമായ സത്യത്തിന് അടിസ്ഥാനപ്പെട്ട തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യനും ഈ ലോകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തെക്കുറിച്ച് പറയുന്നത് ഈ ലോകം ഒരിക്കൽ ഒഴിഞ്ഞു പോകും, ഇത് അഴിഞ്ഞു പോകുന്ന ലോകമാണ്. ഭൂമിയും ഭൂമിയുടെ മണ്ഡലങ്ങളുമെല്ലാം അഴിഞ്ഞു പോകും. മറ്റൊരു ലോകം മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഭൂമി മാത്രമാണ് മനുഷ്യന് താമസിക്കാൻ യോഗ്യമായൊരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ എത്രയോ മണ്ഡലങ്ങളുണ്ട്, എത്രയോ മറ്റ് ഗ്രഹങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, സൂര്യനും ചന്ദ്രനുമുണ്ട്, ഗാലക്സികളുണ്ട്, ബ്ലാക്ക് ഹോളുകളുണ്ട്, അനേക അടുത്ത പ്രപഞ്ചത്തിലേക്ക് കടക്കുവാനുള്ള പല യാഥാർത്ഥ്യങ്ങളുമുണ്ടെന്ന് ഇന്ന് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നുണ്ട്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ വ്യക്തമാണ്, മറ്റൊരു യുഗം ഈ ലോകത്ത് ആരംഭിക്കാൻ പോകുകയാണ്. മറ്റൊരു യുഗം ആരംഭിക്കുമ്പോൾ, മറ്റൊരു പ്രപഞ്ചം ആരംഭിക്കുമ്പോൾ തീർച്ചയായും ഈ യുഗം അവസാനിക്കേണ്ടതുണ്ട്. ഈ യുഗം അവസാനിക്കുമ്പോൾ അർത്ഥമുള്ള ജീവിതത്തോടുകൂടി ഈ യുഗത്തിൽ നിന്ന് മറ്റൊരു യുഗത്തിലേക്ക് യാത്ര തിരിക്കുവാൻ ബൈബിൾ നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ആഹ്വാനത്തോടുകൂടി കടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പേടിപ്പാനില്ല. സത്യം നിങ്ങളെ ജയിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ നിർത്തുകയാണ്. ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ്, നിലമ്പൂർ.